അപ്പോൾ ന്യൂടെക് ഫാർമറിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വലിയൊരു സോറി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇടുന്നത് ഏകദേശം ഒരു 3 മാസത്തിന് മുമ്പാണ്. 3 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ കൃഷി തുടങ്ങിയിട്ട് ഒരു 38 ദിവസത്തിന് ആയിട്ട് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇന്നിപ്പോൾ 144 ദിവസമാണ് നമ്മൾ കൃഷി തുടങ്ങിയിട്ട്. വലിയൊരു 3 മാസത്തെ ഗ്യാപ്പ് ഇതിലിടയിൽ വന്ന്. അപ്പോൾ അതിനാണ് നമ്മൾ സോറി പറഞ്ഞത്. കാരണം നമ്മൾ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരോടും പറഞ്ഞിരുന്നു ഞാൻ എല്ലാ അപ്ഡേഷനും ആഴ്ചയിലുള്ള അപ്ഡേഷനൊക്കെ നമ്മളെ ചാനലിൽ ഇടുന്നു. പക്ഷേ അത് പറ്റിയില്ല. സംഗതി വേറൊന്നുമല്ല, ഓരോ തിരക്കപ്പെട്ടതാണ്. പിന്നെ സെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ആയതുകൊണ്ട് തിരക്കപ്പെട്ട് പോയതാണ്. അപ്പോൾ അതുകൊണ്ടായത് തന്നെ സോറി പറഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വരാം. അപ്പോൾ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? സാറാണെന്ന് വിചാരിക്കുന്നു. നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കക്കരിക്കാണ്. അപ്പോൾ ആ കൃഷിയാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്, കക്കേരി കൃഷി. കാരണം ഇവിടെ ആൾക്കാർക്ക് കക്കേരി കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ അതേമാതിരി നോമ്പായതുകൊണ്ട് തന്നെ ചീര അധികം പോണിയെങ്കിലും ചീര എന്നാലും സെയിലിംഗ് ഉണ്ട്. അവർ കക്കേരി ചീരയാണ് മെയിനായിട്ട് ഫോക്കസ്. ബാക്കി വെണ്ട, കൈപ്പക്ക, പയർ, കുറ്റിപ്പയർ, ചിരങ്ങ ഒന്നും അധികമായിട്ട് ചെയ്തിട്ടില്ല. കാരണം നോമ്പിന് അത് പോകാൻ ചാൻസ് കുറവാണ്. നോമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ്ട് കാണിച്ചു തരാം വീഡിയോയിൽ. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓളിൽ സെറ്റ് ചെയ്തോളി. ഇപ്പോൾ വീഡിയോ എന്തായാലും നമ്മൾ ഇനി എന്തായാലും കറക്റ്റ് ഇടും. അപ്പോൾ അത് കറക്റ്റ് എത്തണമെങ്കിൽ ഓക്കെ. അപ്പോൾ ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഫോക്കസ് കൊടുത്ത ഒരു കൃഷിയാണ് കുക്കുംബർ കൃഷി എന്നുള്ളത്. കാരണം നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് ഇറക്കാൻ എല്ലാവരും മെയിനായിട്ട് ഉപയോഗിക്കൽ ഇവിടെ കൂടുതൽ സെയിലിംഗ് ഉള്ളൊരു ഇതാണ് നമ്മൾ വൈറ്റ് കുക്കുംബർ, കക്കേരിക്ക എന്നുള്ളത്. കിയാർ എന്നാണ് ഇപ്പോൾ അല്ല പറയൽ. അപ്പോൾ ഇവിടെ ചിലർക്ക് മനസ്സിലാണെങ്കിൽ കക്കേരി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോമ്പിന് പ്രത്യേകിച്ച് നോമ്പ് ഇറക്കാനൊക്കെ ഉപയോഗിക്കാൻ കൂടുതൽ നമ്മളിവിടെ സെയിലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോമ്പിന് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ സ്ഥലം എന്നുള്ള നമ്മൾ ആദ്യത്തെ വീഡിയോ എന്താ പറയുക, പുതിയൊരു സെറ്റാക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സ്ഥലം അവിടെയാണ്. അപ്പോൾ അത് നമ്മൾ വിട്ടിട്ട് ഇപ്പോൾ പുതിയ സ്ഥലം ഇവിടെ കിട്ടിയപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി ഇവിടെ വെള്ളം കയറിയ സ്ഥലമായതുകൊണ്ട് ഇതൊന്നും കൂടി ഉയർന്ന സ്ഥലമായതുകൊണ്ട് ഇത് സെറ്റാക്കിയാൽ മഴക്കാലം കഴിഞ്ഞ ഉടനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പം പറയുകയാണെങ്കിൽ ആദ്യത്തെ വീഡിയോ ഒക്കെ പറഞ്ഞാണ്, ഞാൻ ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, വിശദീകരിക്കുകയാണ്. നമ്മളീ പാടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യ ഏകദേശം ഈ റൈറ്റിൽ വെള്ളം കയറുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് മഴ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കിണറ്റിൽ ഫുള്ള് വെള്ളമാവും. ആരും കൂടെ നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം പോകണമെങ്കിൽ ഓണം കഴിഞ്ഞ് ഒരു നവംബർ ആ ടൈമാവും. അപ്പോൾ ഈ സ്ഥലത്തിനേക്കാൾ ഇത് കുറച്ച് ഉയർന്ന സ്ഥലമാണ്, ഉയർന്ന പാടാണ് ഈ ഒരു ഭാഗം. അപ്പുറത്തേക്ക് നമ്മൾ ആദ്യം ചെയ്തു കൊടുത്ത് പറഞ്ഞാൽ ഇതിനേക്കാളും താഴ്ന്ന സ്ഥലമായതുകൊണ്ട് ഈ നവംബറിലും വെള്ളമായിരുന്നു. നവംബർ ടൈമിലും ചളിപിളിയും വെള്ളവും സംഭവമായിരുന്നു. നമ്മളിപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് അടുത്ത കൊല്ലം നമുക്ക് നേരത്തെ കൃഷി തുടങ്ങാനും വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ഇവിടെ കൃഷി തുടങ്ങി, ഇവിടെ സെറ്റാക്കി ഏരെടുക്കുകയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ വരെ കൺട്രോളാക്കാൻ കിട്ടിയിട്ടുള്ളൂ. അവിടെയൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ചൊരു ഏരും കൂടി പെൻഡിങ് ഉണ്ട്. അങ്ങനെ പണിയെടുത്ത് തീർത്ത് വരണുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോണത്. അപ്പോൾ നോമ്പിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തപ്പോൾ നമ്മൾ നോമ്പിന് ചിരക ഉണ്ടാക്കിയെന്ന്, വെണ്ടക്ക ഉണ്ടാക്കിയെന്ന്, പയറുണ്ടാക്കിയെന്ന്, അതേപോലെ കൈപ്പക്കല്ല ചീര ഉണ്ടാക്കിയെന്ന്. പക്ഷേ അന്ന് കുക്കുംബറൊക്കെ ഉണ്ടാക്കിയെന്ന്. അന്ന് മെയിനായിട്ട് സെയിലിംഗ് ഉണ്ടായിരുന്നത് കുക്കുംബറാണ്. നമ്മളെ കക്കേരി എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കുക്കുംബർ, സ്നോ വൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്രാവശ്യം ചെയ്ത് ഇത് ഫോക്കസ് കൊടുത്ത്. കാരണം മറ്റുള്ളതൊന്നും പോകില്ല നോമ്പിന്. കാരണം നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ചോറൊന്നും അങ്ങനെ അധികം കഴിക്കില്ല. എല്ലാവരും ഇറച്ചിയും മീനും അതും ഇതും. പിന്നെ നോമ്പറക്കാനാണ് ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. അങ്ങനെ ആണ് ഇവിടുത്തെ ഒരു ഫുഡിങ്. അപ്പോൾ അവിടെ നമ്മുടെ സെയിലിംഗ് കൂടുതലായതുകൊണ്ട് സ്നോ വൈറ്റ് കുക്കുംബറാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഇത് ഏകദേശം ഈ ഒറ്റ ഏരിയ തന്നെ 200 തൈൻ്റെ മുകളിലുണ്ട്. ഓക്കെ, 200 തൈൻ്റെ മുകളിൽ നമ്മൾ തൈയാണിത് ഫോക്കസ് കൊടുക്കുന്നത്. ഞാൻ പറിച്ച് കാണിച്ചു തരാം. ഇത് നേരെ വീഡിയോയിൽ സൈഡിൽ ഇവിടെ കാണാം. ഇവിടെ സൈഡിൽ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്, ആ വീഡിയോ. പിന്നെ അതേമാതിരി നമ്മൾ നടുക്ക ഇതിൻ്റെ ഏരിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ സൈഡിൽ തട എടുത്തിട്ട് ഈ കുക്കുംബർ ആണെങ്കിൽ കുക്കുംബർ,
അതിന് മറ്റ് വെണ്ടയ്ക്ക ആണെങ്കിൽ വെണ്ടയ്ക്ക ചേർക്കും ഇടവളായിട്ട്. അതിന് പുറമെ നടുക്ക് ചീര നമ്മൾ ഇട്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ ഈ കുക്കുംബർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരു 20-30 ദിവസം ഒരു വള്ളി നായി നല്ല നീളം വെക്കാൻ. അപ്പോൾ ഈ വള്ളിയായി നീളം വെക്കുന്നതിൻ്റെ ഉള്ളിൽ നടുക്കിടുന്ന ചീര നമ്മൾ പറിച്ച് പോകുന്ന രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പാൽച്ചീരയാണ് ഇപ്പോൾ ഈ ഉള്ളിലുള്ളത്. പാൽച്ചീര എന്താണ് ഇപ്പോൾ കുത്തു വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും. എന്താ സംഭവിച്ചാൽ നമ്മൾ വിത്തിന് വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളത് പറിച്ചിട്ട് നമ്മൾ വിത്തിന് വെച്ചതാണ് സംഗതി. അല്ലാതെ ഇതിൻ്റെ ഇടയിലൊക്കെ ബാക്കി അവിടെയൊക്കെ ഉണ്ടായിരുന്നു ചുവപ്പ് ചീര ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലും പാൽച്ചീര ഫുൾ ഉണ്ടായിരുന്നു. അതൊക്കെ പോയത് എന്താ വെച്ചാൽ നമ്മൾ 30 ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ചീരണ്ട് പോരും. ബാക്കി ഇതിന് വള്ളി പടരാനുള്ള സ്ഥലമാണ് ഏരുമ്പ നമ്മൾ ഉൾപ്പെടുത്തിയുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഏരുമ്പത്തിൽ 2-3 സാധനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ നമ്മൾ കൃഷി ലാഭമാവുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഏര് അപ്പോൾ അതേപോലെ കൃഷി ചെയ്യുന്ന ഒരു ഏരാണിത്. അപ്പോൾ ഇത് നമ്മൾ കൺട്രോളായി കിട്ടാത്തതുകൊണ്ടും അതേമാതിരി നമ്മൾ പുതിയ സ്ഥലം സെറ്റാക്കാനുള്ള രീതിയുമായിട്ട് ഇവിടുത്തെ കുക്കുംബർ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരു വേറെ ഏരിയ ഉണ്ട്. അത് നമ്മൾ അതിനെ പറ്റി കാണിച്ചു തരാം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഏരിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഏര എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫിനിഷായ ഒരു ഏരാണ്. ഓക്കെ, ഫുള്ള് പണിയും തീർത്ത് ഫുള്ള് തടവ് സെറ്റാക്കി എടുത്തൊരു ഏരാണ്. അപ്പോൾ ഇതിൽ സാധനം ഇട്ടിട്ടുണ്ട് നമ്മൾ. എന്ന് വെച്ചാൽ വെണ്ടയ്ക്കാണ് നമ്മൾ ഇതിലിട്ടിട്ടുള്ളത്. വെണ്ട നമ്മൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ വെണ്ട എല്ലാം ആവശ്യമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക അപ്പം ആ രീതിക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇതിൽ വെണ്ട ചെയ്തിട്ടുള്ളത്. വെണ്ടയ്ക്ക തന്നെ നമ്മൾ സാഹിബ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടൊരു വെണ്ടയാണ്. ഓക്കെ, അതിൻ്റെ വിത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ സൈഡിൽ ഞാൻ കൊടുക്കാം. ഈ ഒരു ഇനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര ശിഖരങ്ങളായിരിക്കും ഈ വെണ്ട. ഒരുപാട് ശിഖരങ്ങൾ ഉള്ള ഒരു വെണ്ടയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നല്ല നീളം വെച്ചിട്ടുള്ള ഹൈറ്റല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒരു തൈ വെച്ചിട്ടുള്ളത്. കാരണം തിങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നല്ലപോലെ വളരാൻ പറ്റില്ല. നമുക്ക് വിളവെടുക്കുന്ന ടൈമിലും ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് കൊടുത്തുള്ളത്. അപ്പോൾ ഈ ഏര് തന്നെ 2 സൈഡിലും ഇങ്ങനെ റൗണ്ട് എടുത്തിട്ട് ഞാൻ നേരത്തെ അവിടെ കുക്കുംബറിനെ കക്കരിക്ക കാണിച്ച പോലെ തന്നെ സൈഡിൽ ഇതിട്ട് ഗ്യാപ്പ് തടർത്തിട്ടാണ് ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലും കൂടി ആയിട്ട് ഏകദേശം 150ഓളം വെണ്ടക്ക 150-ന് മുകളിൽ വെണ്ട തൈ ഇതിൽ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒക്കെ അൽഹംദുലില്ലാ മുളച്ച് ഉഷാറായി വരുന്നുണ്ട്. പിന്നെ അതേമാതിരി ഇതിൽ ഇടവേളായിട്ട് ഞാൻ നേരത്തെ അവിടെ ചീര കൊടുത്ത പോലെ തന്നെ ഇവിടെ പാൽച്ചീര കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സെയിലിങ്ങിൽ കൂടുതൽ ചുവപ്പ് ചീരക്കാളും പച്ച ചീരനേക്കാളും കൂടുതൽ സെയിലിങ് പാൽച്ചീരക ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോക്കസ് നേരെ പാൽച്ചീരക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കൃഷി നമ്മൾ വിജയിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഏതാണ് കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം ഏതാണ് അപ്പോൾ അത് നമ്മൾ ഫോക്കസ് എടുത്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഈ ചിലവില്ലാത്ത സാധനം ഒരു ഏക്കർ നിറച്ചുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ ചിലവുള്ള സാധനം മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഫോക്കസ് ചെയ്തുണ്ടാക്കിയാലേ നമ്മൾ കൃഷി ലാഭമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് വലിയൊരു പോയിൻ്റാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോളി. അപ്പോൾ ഇതിൽ നമ്മൾ പാൽച്ചീര നമ്മൾ വിതച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ തടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു 30-35 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 20 അത്യാവശ്യം വലിപ്പം പശ്ചാത്തലം നമ്മൾ വിളവെടുപ്പ് തുടങ്ങും. കാരണം ഇത് സെയിലിങ് നമ്മളായതുകൊണ്ട് തന്നെ ഒറ്റയടിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മളൊരാൾ പോകുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാർട്ടായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മിതമായ വലിപ്പം എത്തിയാൽ തന്നെ നമ്മൾ പറിച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ അതേമാതിരി ഇതിൻ്റെ സാധനങ്ങൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചക്കറി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൽ ഇപ്പോൾ ഏകദേശം ഈ നാട്ടിൽ തന്നെ ഏകദേശം 200ഓളം ആൾക്കാർ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിൻ്റെ ബയോയിലുണ്ട്. അതിൽ കയറി മെസ്സേജ് അയക്കുന്ന ചെയ്താൽ ഞങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ആയിക്കൊണ്ട് അതുപോലെയൊക്കെ എനിക്ക് വിളിച്ചറിഞ്ഞാലും പ്രശ്നം ഞാൻ തരണ്ട്. പിന്നെ അതേമാതിരി ഇത് നമ്മൾ അടിവളമായിട്ട് മെയിനായിട്ട് കോഴിവളമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കാരണം ചീരക്കായാലും വെണ്ടക്കായാലും നമ്മൾ കോഴിവളമാണ് മെയിനായിട്ട്. നമ്മൾ ചാണകം അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ മെയിനായിട്ട് കോഴിവളമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതന്നെ നല്ല അത്യാവശ്യം കോഴിവളം നമ്മൾ അടിവളം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ കള വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെല്ലാവർക്കും എല്ലാ കൃഷിയിലും ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ ഇതേമാതിരി ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധ വിട്ടുകൊണ്ടാണ്. സോ മാത്രമല്ല മറ്റുള്ള നമുക്ക് ഫോക്കസ് കൂടിയോണ്ടും പിന്നെ ഇത് പണി പെൻഡിങ് ആണ്. ഇത് പണിയെടുക്കും എന്തായിരുന്നാലും നമ്മളിങ്ങനെ ഇട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പുല്ല് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുല്ല് ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ സ്വഭാവം മാറും. ഇപ്പോൾ വെണ്ടക്കായാലും ചീരക്കായാലും മഞ്ഞപ്പ് കയറലും പിന്നെ അതേമാതിരി കുത്ത് വരികയായാലും പുല്ല് രോഗം ഒക്കെ മെയിനായിട്ട് പുല്ല് വന്നാൽ സ്വഭാവം മാറും. അപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പുല്ല് പറിച്ച് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപോലെ പാൽച്ചീരപ്പോൾ അത് അത്യാവശ്യം ഗുലാബത്തിൽ തന്നെ വന്നിട്ടുണ്ട്. വിട്ടൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത ഏരിയക്ക് പോവാം. ഇവിടെ നമ്മൾ ചെറിയൊരു ഏരിയ ഉണ്ട്, നമ്മൾ കാണിച്ചു തരാം. ചെറിയൊരു ഏരാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ
മെയിനായിട്ട് കുറ്റിപ്പയറിനും വെണ്ടയ്ക്കും വേണ്ടി തന്നെ ചെയ്ത് തന്നെയാണ്. കാരണം മറ്റുള്ളൊക്കെ വീതിയുള്ളതാകുമ്പോൾ ഇത് അത് ചെറുതെന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അതന്ന് ഇതെടുക്കുന്ന ടൈമിൽ ഇങ്ങനെ എടുക്കാനുള്ളൊരു ഐഡിയ നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ കുറ്റിപ്പയറിന് മതിയുള്ള രീതിയിൽ ചെയ്തേന്ന്. പിന്നെ ആലോചിച്ച് ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഇടവളായിട്ട് ചെയ്യും കൂടി ചെയ്താൽ ലാഭത്തിലായി വരും എന്നുള്ളൊരു ഫോക്കസാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഈ ഏരിയ എന്ന് വെച്ചാൽ ഇത് നമ്മൾ മെയിനായിട്ട് കുറ്റിപ്പയറാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. കുറ്റിപ്പയർ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ഏരിയ തന്നെ 300-ന് മുകളിൽ തൈ ഒറ്റയടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറ്റിപ്പയർ അതിനപ്പോൾ എത്ര കുറച്ച് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുറ്റിപ്പയർ നമ്മൾ മറ്റേ പയർ വള്ളിപ്പയർ ഉണ്ടാക്കുന്നുണ്ട് അതിന് പുറമെ. അപ്പോൾ ഇത് ഇല നുള്ളാനും അതേപോലെ സൈഡായിട്ടും കൂടി ആയിട്ടാണ് നമ്മൾ കുറ്റിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ മെയിനായിട്ട് തന്നെ കോഴിവളമാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പയറിൻ്റെ പ്രത്യേകിച്ച് ഓവർ നനി വളമൊന്നും ആവശ്യമില്ല. ഓക്കെ, ഒരു പയറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓവർ വളവും ഓവർ മരുന്നായാലും ഓവർ നനായാലും അത്യാവശ്യമില്ല. നമ്മൾ നല്ല ഇനം വിത്താണെങ്കിൽ അത്യാവശ്യം നല്ല വിത്ത് തന്നെ ഒന്നുമില്ലെങ്കിലും വളരും. അങ്ങനൊരു പയറിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ VO5 അടുത്തപ്പെട്ട കുറ്റിപ്പയറാണ്. വിത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ വിത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം കറക്റ്റ് മുളച്ച് വന്നിട്ടുണ്ട്, ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇല നുള്ളുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ വീഡിയോ ഷോർട്ടായിട്ടൊക്കെ വിടുന്നുണ്ട്, ഇല നുള്ളുന്ന വീഡിയോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇല ആവശ്യമുണ്ട്. നമ്മൾ പാറ്റിൻ്റെ ഇല പറഞ്ഞാൽ ഇവിടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഏരിയ പ്രത്യേകത വെച്ചാൽ ഇത് ഫുള്ള് ഇപ്പോൾ നമ്മൾ അവിടെ കാണിച്ച മാതിരി ഫുള്ള് പണി തീർന്ന ഒരു ഏരിയയാണ്. ഈ ഏരിയയിൽ ഏകദേശം 200-ൻ്റെ മുകളിൽ അതേമാതിരി തടെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെണ്ടയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ സെയിം ഗ്യാപ്പൊക്കെ ഇട്ട് കോഴിവളം അടി കൊടുത്തിട്ട് വെണ്ട ഇട്ടുള്ളത്. സാധനം ഇട്ടിട്ടില്ല, കോഴിവളം എത്തിയിട്ടുള്ളൂ, കോഴിവളം കൊടുത്തിട്ടുള്ളൂ, ബാക്കി വിത്ത് ഇട്ടിട്ടില്ല. വിത്തിപ്പോൾ നാളായിട്ട് ഇട്ടു. ഓക്കെ, പിന്നെ അതേമാതിരി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ചീര കൊടുക്കാറുണ്ട്. ഈ ചീര നമ്മൾ അവിടെയൊക്കെ പാൽച്ചീരാണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ റെഡ് റോസ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ചീരയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. പുതിയ വെറൈറ്റിയാണ് ഇവിടെ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അതിന് സെയിലിംഗ് എന്തായാലും ഉഷാറാവുമെന്നാണ് നമ്മൾ ചിന്ത. അപ്പോൾ നമ്മളെ വിത്ത് എന്തായാലും കഴിക്കുന്നുണ്ട്, അതെന്തായാലും നമ്മളിതിനിടയിൽ കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ പാൽച്ചീര പൊന്തിയ മാതിരി ഇവിടെ സാധനം പൊന്തും. കാരണം നമ്മൾ പാൽച്ചീര മാത്രം ഉണ്ടാക്കിയാലും കാര്യമില്ലല്ലോ, അത് സാധനം അത് പോകുന്നുണ്ടെച്ചിട്ട് അത് മാത്രം ഉണ്ടാക്കിയാലും ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡ് റോസ് ഇനത്തിൽപ്പെട്ട സാധനം, ചീര നമ്മൾ റെഡ് റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫോട്ടോ ആണെങ്കിൽ നമ്മളിതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഇട്ടുന്നത്. ഫോട്ടോ ആണ് സൈഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഇടവളായിട്ട് കൊടുക്കും. ഇത് വെണ്ട ഉഷാറാകുമ്പോഴത്തേന് 30 ദിവസം കഴിഞ്ഞാൽ ആ ചീര പറിച്ച് ഒഴിവാക്കും. പിന്നെ അപ്പോൾ അടുത്ത ഏരിയനെ പറ്റി പറയുകയാണെങ്കിൽ വീഡിയോയിൽ കണ്ടറിയില്ല. അടുത്ത ഏരിയയിൽ സെയിം നമ്മൾ പച്ചച്ചീരി പാൽച്ചിരിട്ടീന്ന്. അപ്പോൾ നമ്മൾ വിത്തിന് കുറച്ച് വെച്ചിക്കണ് പൂവ് വന്ന് അതിനൊരു സൈഡിൽ അതേമാതിരി ഗ്യാപ്പ് ഒരു തടെടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഏരിയൻ്റെ ഞങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ആണ് ചോദിക്കാൻ മറക്കണ്ട. പിന്നെ അതേമാതിരി പറഞ്ഞാൽ മനസ്സിലായിട്ട് ചെയ്യാണ്ടെങ്കിൽ നേരെ 2 സ്കിപ്പ് ഇങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. കാരണം നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നുമല്ല. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുക്കുകൊണ്ട് കുറച്ച് കുറ്റം കുറവൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ പറയാൻ മറക്കണ്ട. അപ്പോൾ നിലവിൽ നമ്മൾ 8 ഏക്കറാണ് ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 9ാമത്തെ ഒന്ന് പെൻഡിങ് ആണ്, പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. 8 എന്ന് പറയാൻ പറ്റില്ല, 7 ഏക്കർ ആണിപ്പോൾ ഉദ്ദേശിച്ചുള്ള ഏരിയ. അപ്പോൾ അതിൽ എല്ലാ ഏരിയയും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാ വീഡിയോ നമ്മൾ കവറാക്കിയിട്ടുണ്ട്. പിന്നെ വീഡിയോക്ക് എന്തെങ്കിലും കുറവ് കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളടുത്ത അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഉടനെ വരും. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് ചീരി കുറച്ച് കക്കേരിക്കും ഇപ്പോൾ നിലവിലുള്ളൂ. അപ്പോൾ ഇത് ഫുൾ ഓൺ ആയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും വരും. അപ്പോൾ ബാക്കി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുളകൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ മുളകൊന്നും ഇവിടെ അത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. സെയിലിങ്ങിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടാണ് ചീര ഉണ്ടാക്കുന്നത്, സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒക്കെ വരും. അപ്പോൾ എന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.